السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കർമ്മശാസ്ത്ര പഠന പരമ്പരയിൽ കിതാബുസ് സ്വലാ നിസ്കാരം എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിഫത്തു സ്വലാ നിസ്കാരത്തിൻ്റെ രൂപം എന്ന അധ്യായത്തിൽ ഖിറാഅത്ത് സൂറ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ എന്ന ഉപാധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. 1736 മസ്അലകൾ ഇതുവരെ അൽഹംദുലില്ലാഹ് നമ്മൾ കിതാബിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. 2 കൊല്ലമായി ഫിഖ് നമ്മൾ ആരംഭിച്ചിട്ട്. ആയത്തുൽ വർഷം സാദുൽ മുസ്തഖനി എന്ന കിതാബിൽ നിന്ന് തുഹാറത്ത്, വുദൂ, തയമ്മം അടക്കമുള്ള കുളി വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നീട് കഴിഞ്ഞ റമദാൻ നമ്മൾ ഈ കിതാബിലേക്ക് മാറി. ഇതിൽ നിന്ന് ഇതുവരെയായി അൽഹംദുലില്ലാഹ് 1737 മസ്അലകൾ 36 മസ്അലകൾ പഠിച്ചു കഴിഞ്ഞു. 37ാമത്തേതാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യത്യസ്തമായ അദബുകൾ പറഞ്ഞു. സൂറത്ത് മുസഫിലെ തർത്തീബ് തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കലാണ് അഫ്ളൽ എന്ന കാര്യം പറഞ്ഞു. എന്നാൽ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ തർത്തീബ് തെറ്റിച്ച് ഓതിയാൽ തെറ്റായ കാര്യമല്ല. നബി തങ്ങൾ അങ്ങനെ ഓതിയ സംഭവം അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു സൂറത്തിൽ തന്നെ ആയത്തുകൾ ഓർഡർ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബ് തെറ്റിച്ച് ഓതാൻ പാടില്ല എന്നതും പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞ മസ്അല, ഒരു നിസ്കാരത്തിൽ ചില സൂറത്തുകൾ ഓതി, അടുത്ത നിസ്കാരത്തിൻ്റെ ബാക്കി ഓതി, പിന്നെ നിസ്കാരത്തിന് ബാക്കി ഓതി, അങ്ങനെ കാലങ്ങളായി അങ്ങനെ തുടർച്ചയായി പോയി ഖുർആൻ മുഴുവൻ ഖത്തം തീർക്കുക എന്നത് അങ്ങനെ ഒരു മാതൃക പ്രത്യേകിച്ച് നബിയിൽ നിന്നും അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ മുൻഗാമികൾ ചിലരൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് താനും എന്നത് നമ്മളോട് പറഞ്ഞു. ഈ 1737 മറ്റൊരു മസ്അലയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഉറക്കി ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിലും ഇനി മറ്റു പതുക്കെ ഓതുന്ന നിസ്കാരത്തിലടക്കം ആദ്യത്തെ 2 റക്അത്തുകളിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതും. അവസാന റക്അത്തുകളിൽ ഫാത്തിഹ മാത്രമാണ് ഓതാറുള്ളത്. ഇപ്പം മഗ്രിബിൽ 3ാമത്തെ റക്അത്തിൽ, ഇശായിലും ളുഹറിലും അസ്റിലും ഒക്കെ 3, 4 റക്അത്തിലൊക്കെ നമ്മൾ സാധാരണ ഫാത്തിഹ മാത്രം ഓതി സൂറത്ത് ഓതാതെ റുക്കൂഇലേക്ക് പോകാറാണ് പതിവ്. അതാണ് നബിയുടെ സാധാരണ ചര്യയും. എന്നാൽ അവിടെയും ഒരാൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതിയാൽ അതിന് വല്ല മാതൃകയുമുണ്ടോ? മഗ്രിബ് 3ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതി, ഇശാക്ക് 3, 4 ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതി, അങ്ങനെയൊക്കെ ഓതുകയാണെങ്കിൽ അതിൽ വല്ല മാതൃകയും നബിയിൽ നമുക്ക് ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇപ്പം നബിയുടെ സാധാരണ പതിവല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ നബി അങ്ങനെ അവസാനത്തെ റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതിയ ചില ആയത്ത് ഓതിയ സംഭവങ്ങളൊക്കെ വന്നു. സാധാരണ പതിവല്ല, ചിലപ്പോൾ സൂറത്ത് ഓതി, ചിലപ്പോൾ ആയത്ത് ഓതി എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിൽക്കൽ ചെയ്താൽ അത് അഭികാമ്യമായ കാര്യമാണ്. എന്നാൽ സാധാരണ ഒരു പതിവാക്കി അങ്ങനെ എല്ലാ നിസ്കാരത്തിലും അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ സൂറത്ത് ഓതുക എന്നത് നബിയുടെ രീതിയും അല്ല. അതാണ് അടുത്ത മസ്അല. 1737 യുസ്തഹബു ലികുല്ലി മിൽ ഇമാമി വൽ മഅ്മൂമി വൽ മുൻഫരിദി. ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റ നിസ്കരിക്കുന്ന ആളാവട്ടെ അവർക്കെല്ലാം മുസ്തഹബാണ് അൻ യഖ്റഅ അഹ്യാനൻ ചിലപ്പോഴൊക്കെ ഓതുക എന്നത് ഫിർ റക്അത്തി സാലിസ വർ റക്അത്തി റാബിഅ 3ാം റക്അത്തിലും 4ാം റക്അത്തിലും മിനൽ ളുഹ്രി വൽ അസ്രി വൽ ഇശാഇ ളുഹറിലും അസ്റിലും ഇശായിലും
വസ്സാലിസത്തി ഫിൽ മഗ്രിബി, മഗ്രിബിൽ മൂന്നാമത്തെ റക്അത്തിലും ബഅദ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തൻ ഔ ആയാത്തിൻ മിനൽ ഖുർആൻ, ഒരു സൂറത്തോ അല്ലെങ്കിൽ ചില ആയത്തുകളോ ഓതുക എന്നത് മുസ്തഹബാണ്, നബി സല്ലല്ലാഹു ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അഭികാമ്യമായ കാര്യമാണ്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് തെളിവ്. അന്ന നബിയ കാന യഖറഉ ഫീ സ്വലാത്തി ളുഹ്രി ഫി റക്അത്തൈനി ഊലയൈനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന പ്രവാചകരായിരുന്നു യഖറഉ ഓതാറുണ്ടായിരുന്നു ഫീ സ്വലാത്തിൽ ളുഹർ, ളുഹർ നിസ്കാരത്തിൽ നബി ഓതാറുണ്ട് ഫിർ റക്അത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ 2 റക്അത്തുകളിൽ, ളുഹറിലെ ആദ്യത്തെ 2 റക്അത്തുകൾ നബി തങ്ങൾ ഓതാറുണ്ടായിരുന്നു. ഫീ കുല്ലി റക്അത്തിൻ ഖദറ 30 ആയ, എല്ലാ 2 റക്അത്തിലും ആദ്യത്തെ 2 റക്അത്തിൽ ഓരോന്നിലും 30 ആയത്തിൻ്റെ തോത് നബി തങ്ങൾ സാധാരണ ഓതാറുണ്ടായിരുന്നു. അപ്പോൾ ളുഹർക്ക് നബി സാധാരണ ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു 30 ആയത്ത് ഓതാവുന്ന തോതിൽ ആണ് നബി തങ്ങൾ സൂറത്തുകൾ ഓതാറുള്ളത്. വഫിൽ ഉഖ്റയൈനി, അവസാനത്തെ 2 റക്അത്തിൽ ഖദറ 15 ആയ, 15 ആയത്തിന് തോത് നബി ഓതിയിട്ടുണ്ട്. ഔ ഖാൽ നിസ്ഫ ദാലിക, അല്ലെങ്കിൽ അബൂ സഈദ് ഖുദരി പറഞ്ഞത് അതിൻ്റെ പകുതി എന്നാണ്. 30 ആയത്ത് ആദ്യത്തെ റക്അത്തിൽ ഓതി, അതിൻ്റെ പകുതി മറ്റു 2 റക്അത്തിലും. വഫിൽ അസ്രി, അസ്ർ നിസ്കാരത്തിൽ ഫിർ റക്അത്തൈനിൽ ഊലയൈനി ഫീ കുല്ലി റക്അത്തിൻ ഖദറ ഖിറാഅത്തി 15 ആയ, അസ്റിൽ ആദ്യത്തെ 2 റക്അത്തിൽ 15 ആയത്തിന് തോത് ഓതുമായിരുന്നു. വഫിൽ ഉഖ്റയൈനി ഖദറ നിസ്ഫി ദാലിക, മറ്റു 2ലും അതിൻ്റെ പകുതിയും. അപ്പം ളുഹറിൽ നബി ഓതുകയാണെങ്കിൽ ആയത്തെ 2 റക്അത്തിൽ 30 ആയത്തിൻ്റെ തോത് കണ്ട് നബി ഓതാറുണ്ട്. അവസാനത്തെ 2 റക്അത്തിലാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നബി ഓതിയിട്ടുള്ളത്. അസറിലാണെങ്കിൽ ആയത്തെ 2 റക്അത്തിൽ 15 ആയത്തിൻ്റെ തോത്, അപ്പം ളുഹറിൻ്റെ പകുതി, അവസാനത്തെ 2ൽ അതിൻ്റെ പകുതി, അപ്പോൾ 7 ആയത്ത് 8 ആയത്തിൻ്റെ തോത് കണ്ട് നബി ഓതിയിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. വലിമാ സബത്ത, അപ്പോൾ തെളിവ് ഇതാണ്. വലിമാ സബത്ത അൻ സ്വനാബിഹി ഖാല സ്വല്ലൈതു മഅ അബീ ബക്രിൻ അൽ മഗ്രിബ, സ്വനാബിഹി റഹിമഹുല്ലാഹ് പറയുന്നു, ഞാൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെ നിസ്കരിച്ചു, അൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിച്ചു. ഫദനൗതു മിൻഹു, ഞാൻ അദ്ദേഹത്തിന് അടുത്താണ് നിന്നത്, നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്താണ് നിന്നത്. ഹത്താ മസ്സത് സിയാബി സിയാബഹു, എൻ്റെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ തട്ടിക്കൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പം ബാധ ഉണ്ടാവില്ല, ഔദ്യോഗികമായിട്ടായിരിക്കണം എന്നില്ല. അദ്ദേഹത്തെ കൂടെ ഞാൻ നിസ്കരിച്ചു, അതിന് അടുത്ത് ഞാൻ നിന്നു, എൻ്റെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ തട്ടുമായിരുന്നു. ഫഖറഅ ഫിർ റക്അത്തി സാലിസ, അങ്ങനെ 3ാമത്തെ റക്അത്തിൽ അദ്ദേഹം പാരായണം ചെയ്തു ബി ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതി. വഖാൽ, ശേഷം അദ്ദേഹം പറഞ്ഞു റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന ആയത്ത് അദ്ദേഹം അതിനുശേഷം ഓതുകയും ചെയ്തു. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആയത്തോ 2 ആയത്തോ ചിലപ്പോൾ സൂറത്തോ ഒക്കെ അങ്ങനെ നിർവഹിച്ചാൽ അതിനൊരു മാതൃക നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. സാധാരണ പതിവാണോ? അല്ല. സാധാരണ പതിവ് ആയത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതുക, ശേഷമുള്ള റക്അത്തിൽ ഫാത്തിഹ മാത്രം ഓതുക, അതാണ് സാധാരണ പതിവ്. എന്നാൽ നബി ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ തെറ്റോ വിദഅത്തോ ആയ കാര്യമൊന്നുമല്ല, നബിയിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ വഖിറാഅത്തു മാ സാദ അലൽ ഫാത്തിഹ, നിസ്കാരത്തിൽ മൊത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹയ്ക്ക് പുറമെ ഉള്ള ഖിറാഅത്ത് ലൈസത് ബിവാജിബ, അത് വാജിബല്ല. ഫാത്തിഹ വാജിബാണ്, ഫർളാണ്. എന്നാൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നുള്ള ഖിറാഅത്ത് അത് വാജിബായ ഖിറാഅത്തല്ല. അപ്പം ഏത് റക്അത്തിൽ ഒരാൾ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചു, വേറെ ഒന്നും ഓതിയില്ല, നിസ്കാരം സ്വഹിയാകുമോ ചോദിച്ചാൽ സ്വഹിയാകും. ഫാത്തിഹ മാത്രമാണ് ഫർളായിട്ടുള്ളത്, അല്ലാത്തൊന്നും ഫർളല്ല. വഇന്നമാ ഹിയ മിൻ സുനനിസ് സ്വലാ, അത് നിസ്കാരത്തെ സുന്നത്തുകളിൽ പെട്ടതാകുന്നു. ഫാത്തിഹ അല്ലാത്ത ഖുർആൻ പാരായണം എന്നത് സുന്നത്താണ്. ഫീ ഖൗലി ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് സുന്നത്താണ് എന്നതാണ്. വാജിബാണെന്ന് പറയാൻ തെളിവില്ല. ഫാത്തിഹ വാജിബായ തെളിവുണ്ട്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. അല്ലാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വാജിബാണെന്ന് പറയാൻ തെളിവില്ല, അതിനാൽ വാജിബല്ല എന്ന് മനസ്സിലാക്കാം. ولما روى البخاري ومسلم عن أبي هريرة أنه قال
ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, മൻ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ ഫഖദ് അജ്സഅത് അൻഹു, ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ അവനത് മതി. വമൻ സാദ ഫഹുവ അഫ്ളലു, അതിലേറെ വല്ലതും ചെയ്താൽ അത് അഫ്ളലാണ് താനും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ മനസ്സിലായത് ഫാത്തിഹ മാത്രമാണ് നിർബന്ധമുള്ളത്, മറ്റു സൂറത്തുകളൊന്നും നിർബന്ധമില്ല. അപ്പോൾ നിസ്കാരത്തിലെ ഒരു റക്അത്തിലും വേറെ സൂറത്ത് ഓതിയില്ല, ഫാത്തിഹ മാത്രം ഓതി റുക്കുയിലേക്ക് പോയി, എന്നാലും അയാൾ നിസ്കാരം സ്വഹീഹാണ്. അഫ്ളൽ ഫാത്തിഹ ഓതുകയും ശേഷം ആദ്യ 2 റക്അത്തുകളിൽ സൂറത്ത് ഓതലുമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി അവിടെ നമ്മൾ പറഞ്ഞു ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി ഇമാമിൻ്റെ സൂറത്ത് കേൾക്കുമ്പോൾ മഅ്മൂം സൂറത്ത് ഓതാൻ പറ്റുമോ എന്നാണ്. ഫാത്തിഹ അല്ല, മറ്റു സൂറത്ത് ഇമാം ഓതുമ്പോൾ നമുക്കറിയാവുന്ന സൂറത്താണ്, ഇമാമിനെ കൂടെ നമുക്കും അങ്ങനെ ഓതാൻ പറ്റുമോ? പാടില്ല. യഹ്റുമു അലൽ മഅ്മൂം, മഅ്മൂമിന് ഹറാമാണ് അൻ യഖറഅ ഗൈറൽ ഫാത്തിഹ, ഫാത്തിഹ അല്ലാത്തത് പാരായണം ചെയ്യൽ. ഇൻദ ജഹ്രിൽ ഇമാമി ബിൽ ഖിറാഅത്തി ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ഇമാം സൂറത്ത് ഉറക്കെ ഓതുന്നുവെങ്കിൽ മഅ്മൂമിനെ ഓതാൻ പാടില്ല. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ട്, ഫാത്തിഹ പോലും ഓതാൻ പാടില്ല പറഞ്ഞല്ലോ. അപ്പം അല്ലാത്തവരെ ഏതെന്നാലും പറ്റില്ല, മനസ്സിലാക്കാം. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കാത്തിടത്താണ് ഫാത്തിഹ പോലും ഓതാൻ ഇദ്ദേഹം അവിടെ പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞു അല്ല ഫാത്തിഹ ഒഴിവാണ്, അതുപോലെ ഓതാം. അപ്പം ഫാത്തിഹ ഏതായാലും ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഓതിക്കൂടാ എന്നത് പറഞ്ഞു. എങ്കിൽ അല്ലാത്ത സൂറത്ത് ഏതായാലും പറ്റൂല, കാരണം ഫാത്തിഹ ഫർളാണല്ലോ. ഫർള് പറ്റൂലെങ്കിൽ സുന്നത്ത് പിന്നെ ഏതായാലും പറ്റുക ഇല്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഇതിൽ ഇജ്മാ ഉണ്ട്, മറ്റൊരു ഇജ്മാ ഇല്ല. ഇത് ഫാത്തിഹ ഓതലും ഹറാമാണോ, അതിൽ ഇജ്മാ ഇല്ല, നമ്മളൊന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാണ്. ഉമൂമി ഖൗലിഹി തആല, തെളിവ് അവിടെ പറഞ്ഞ തെളിവ് തന്നെ. ഏത്? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മൗനം പാലിക്കുക. അപ്പം നമ്മളന്ന് പറഞ്ഞിരുന്നു ഇത് നിസ്കാരത്തിലാണ് എന്നാണ് ഇമാം അഹ്മദൊക്കെ പറഞ്ഞത്. ഈ ആയത്ത് ഇറങ്ങി തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇമാം ഓതിയാൽ നിങ്ങൾ മൗനം പാലിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇമാം ഖുർആൻ ഓതിയാൽ മഅ്മൂമിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഫാത്തിഹയ്ക്ക് മാത്രം ഇളവുണ്ടോ ഇല്ലേ, അതാണ് ചർച്ച. കാരണം ഫാത്തിഹ നിർബന്ധമായതുകൊണ്ട് ഫാത്തിഹ ഓതാം, അല്ലാത്ത ഓതിക്കൂടാം എന്നൊരു വിഭാഗം. അല്ല ഫാത്തിഹയും പറ്റൂല, ഖുർആൻ ഓതിയാൽ മൗനം പാലിക്കാന്നല്ലേ, ഫാത്തിഹ ഖുർആനാണല്ലോ, അതുകൊണ്ട് ഫാത്തിഹയും പറ്റൂല. അതിന് ശേഷം വരെ ഗ്യാപ്പ് ഇട്ടാൽ ആ ഗ്യാപ്പിലോ ഫാത്തിഹ ഓതിക്കോട്ടെ, അത് കിട്ടുന്നില്ലെങ്കിലോ കൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുമില്ല എന്നാണ് നമ്മുടെ കിതാബിൽ പറഞ്ഞ നിയമം. അപ്പം അത് പ്രകാരം സൂറത്ത് ഏതായാലും പറ്റൂല. കാരണം ഈ ആയത്തിൻ്റെ ബാഹ്യം അതാണ്. ആയത്തിൻ്റെ ബാഹ്യം എന്താണ്? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ മൗനം പാലിക്കുക. അപ്പം മൗനം പാലിക്കുന്ന നിർബന്ധമാണ്. അപ്പം മൗനം പാലിക്കാതിരിക്കലോ ഹറാമായി മാറും. ആയത്തിൽ ലോഹിർ പ്രകാരം അങ്ങനെ വരിക. നബിയുടെ പിറകിൽ ഓതിയപ്പോൾ നബി ചോദിച്ചു ആരാണ് ഓതിയത് എന്ന് ചോദിച്ചു. അപ്പം നബി പറഞ്ഞു ഇല്ല, ഇമാം ഓതിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്തു. അല്ലെ പ്രകാരം രണ്ടും അമ്രാണ്, അമ്ര വുജൂബിനാണ്. അത് പ്രകാരം കേൾക്കൽ, മൗനം പാലിക്കൽ വാജിബാണ്. അപ്പം അല്ലാതെ അതിന് വിപരീതം ചെയ്യൽ ഹറാമായി മാറും. ഇനി 1740 യുസ്തഹബ്ബുൽ മഅ്മൂമി, മഅ്മൂമിനും സുന്നത്താണ് ഇദാ ലം യസ്മഅ ഖിറാഅത്തൽ ഇമാം, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിൽ ലിമാ ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖിറാഅത്ത് മഅ്മൂം കേൾക്കുന്നില്ല. ഒന്നുകിൽ ഇമാം ഉറക്കെ ഓതിയില്ല, അല്ലെങ്കിൽ ഉറക്കെ ഓതി ഇവൻ കേൾക്കുന്നില്ല, അവൻ കൂടെ പിറകിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവനും സുന്നത്താണ് അൻ യഖ്റഅ മാ നുദിബ ഇലാ ഖിറാഅത്തിഹി, ഓതൽ സുന്നത്തായത് എന്താണോ അത് ഓനും സുന്നത്തായി മാറും. മിൻ ആയാത്തിൻ ഔ സുവരിൻ ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുകളോ സൂറത്തുകളോ ഒക്കെ ആ ഓതൽ സുന്നത്ത്, അപ്പോൾ ഓനും ബാധകമാണ്. അപ്പം ഇമാമിന് സുന്നത്താണ്, ഒറ്റ നിസ്കരിക്കുന്ന ആൾക്കും സുന്നത്താണ്. മഅ്മൂമിന് സുന്നത്താണ് എപ്പോൾ? ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിൽ. കേൾക്കുന്നുണ്ടെങ്കിലോ ഈ ആയത്ത് പ്രകാരം ഫസ്തമിഉ ലഹു വഅൻസിതു എന്ന പ്രകാരം അമൽ ചെയ്യാണ് വേണ്ടത്. കാരണം ബിഅന്നഹു ഇദാ ലം യസ്മഅ, കാരണം കേൾക്കുന്നില്ലെങ്കിൽ അവൻ ഫീ ഹുക്മി മൻ ലം യജ്ഹർ ഇമാമുഹു, ഇമാം ഉറക്കെ ഓതാത്തവൻ്റെ ഹുക്കം എന്താണോ ആ ഹുക്മാണ് അപ്പം അവനുണ്ടാവുക. ഇമാം ഉറക്കെ ഓതുന്നില്ല എന്നാൽ മഅ്മൂമിന് ഓതാം, ഉറക്കെ ഓതി കേൾക്കുന്നില്ല, അപ്പോൾ ഉറക്കെ ഓതാത്ത പോലെ തന്നെയാണ് ഇവൻ്റെ കാര്യത്തിലുള്ളത്. ഇനി ഏതൊക്കെ സൂറത്ത് ഏതൊക്കെ നിസ്കാരത്തിൽ ഓതാൻ സുന്നത്തുണ്ട് എന്നാണ്.
ഏതൊക്കെ നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്താണ് ഓതൽ സുന്നത്തായത്. യുസ്തഹബ്ബു സുന്നത്താണ്. 1741 മസ്അല. അൻ തകൂന സൂറത്തുല്ലത്തി തുഖറഉ ബഅദൽ ഫാത്തിഹ ഫീ സ്വലാത്തിൽ ഫജ്ർ മിൻ തിവാദിൽ മുഫസ്സൽ. ഫജ്ർ നിസ്കാരമാണെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം തിവാദിൽ മുഫസ്സലാണ് പാരായണം ചെയ്യേണ്ടത്. മുഫസ്സലിലെ ദീർഘമായ സൂറത്തുകൾ. വൽ മുഫസ്സലു, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ മിൻ സൂറത്തി ഖാഫ് ഇലാ സൂറത്തി നാസ്. ഖാഫ് മുതൽ നാസ് വരെയുള്ള സൂറത്തിനാണ് മുഫസ്സൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ. സൂറത്ത് ഖാഫ് മുതൽ സൂറത്ത് നാസ് വരെയുള്ള സൂറത്തുകൾക്കാണ് മുഫസ്സൽ എന്ന് പറയുക. വ തിവാലുഹു, അതിലെ തിവാൽ, മുഫസ്സലിലെ തിവാൽ. അപ്പം മുഫസ്സൽ ഖാഫ് മുതൽ നാസ് വരെ അതിനെ മൂന്നാക്കി തിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിവാല്, ഔസാത്ത്, ഖിസാറ്. തിവാൽ അതിൽ ദീർഘമായവ. അതേതാണ്? മിൻ സൂറത്തി ഖാഫ് ഇലാ സൂറത്തി അമ്മ. ഖാഫ് മുതൽ അമ്മ വരെയുള്ളതിനാണ് തിവാദുൽ മുഫസ്സൽ എന്ന് പറയുക. അമ്മ മുതൽ ലുഹ വരെയാണ് അതിൻ്റെ ഔസാത്ത്, മധ്യമമായത്. ലുഹ മുതൽ നാസ് വരെയാണ് ഖിസാർ, ചുരുങ്ങിയ ചെറിയ സൂറത്തുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫജ്റിൽ സുന്നത്തായത് സൂറത്ത് ഖാഫ് മുതൽ അമ്മ വരെ ഉള്ളതിനിടയ്ക്കുള്ള ഏതെങ്കിലും സൂറത്തുകൾ, അതാണ് ഫജ്റിൽ. അത് നബിയുടെ സാധാരണ പതിവാണ്. സാധാരണ നബിൻ്റെ പതിവ് അതാണ്. അല്ലാത്ത ഓതിയാലോ കുഴപ്പമില്ല, ഖിറാഅത്തിന് കൂലി കിട്ടും. നബിയുടെ സാധാരണ പതിവ് അതായിരുന്നു. യുസ്തഹബ്ബൻ തകൂന സൂറ അല്ലതി തുഖറഉ ബഅദൽ ഫാത്തിഹ ഫി റക്അത്തൈനിൽ ഊലയൈനി മിനൽ മഗ്രിബി. ഇനി മഗ്രിബാണെങ്കിൽ അത് 2 റക്അത്തിൽ ഓതേണ്ടത് മിൻ ഖിസാറിൽ മുഫസ്സൽ. ഖിസാറാണ്. വഖിസാറുഹു മിൻ സൂറത്തിൽ ദുഹ ഇലാ സൂറത്തിൻ നാസ്. അപ്പോൾ ഫജ്റിൽ ഖാഫ് മുതൽ അമ്മ വരെ, മഗ്രിബിൽ ദുഹ മുതൽ നാസ് വരെ ഉള്ളതിനിടയിലുള്ള സൂറത്ത്. അല്ലാത്തതിൽ അപ്പം ഫജ്റും മഗ്രിബും കഴിഞ്ഞല്ലോ. ഇനി ദുഹർ, അസ്ർ, ഇശാ ഇവയാണെങ്കിൽ യുസ്തഹബ്ബു അൻ തകൂന സൂറ അല്ലതി തുഖറഉ ബഅദൽ ഫാത്തിഹത്തി ഫീ സ്വലാത്തിൽ ദുഹരി വസ്വലാത്തിൽ അസ്രി വസ്വലാത്തിൽ ഇശാഇ മിൻ ഔസത്തിൽ മുഫസ്സൽ. ഈ 3 നിസ്കാരത്തിലാണെങ്കിൽ ഔസത്ത്. അപ്പോൾ ഏതായിരിക്കും? അമ്മ മുതൽ ദുഹ വരെ, ഫജ്റിൽ ഖാഫ് മുതൽ അമ്മ വരെ, മഗ്രിബിൽ ദുഹ മുതൽ നാസ് വരെ, ളുഹർ, ഇശാ, ളുഹർ, അസ്ർ, ഇശായിൽ അമ്മ മുതൽ ദുഹ വരെയുള്ള അതിനിടയിൽ ഏതെങ്കിലും സൂറത്തുകൾ ഓതുക. അതാണ് അവർ സുന്നത്തായിട്ടുള്ളത്. വദ്ദലീലു അലാ ഹാദിഹിൽ മസ്അലി സലാസ്. ഈ 3 മസ്അലകളുടെ തെളിവ് അന്ന ഹാദാ ഹുവൽ ഗാലിബ് മിൻ ഫഇലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സാധാരണ പ്രവൃത്തി ഇതാകുന്നു. അതാണ് തെളിവ്. നബി അല്ലാത്ത ഓതിയിട്ടുണ്ട്. മഗ്രിബിൽ അറാഫ് ഓതിയിട്ടുണ്ട്. മഗ്രിബിൽ അറാഫ് ഓതി നിസ്കാരം തുടങ്ങിയപ്പോൾ വന്ന ആള് കക്കൂസ് പോയി ഒതുണ്ടാക്കിയൊക്കെ വന്നപ്പോഴും 1-ാമത്തെ റക്അത്ത് കിട്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അദ്ദേഹം വന്നപ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. മഗ്രിബ് മുമ്പ് ബാത്റൂമിൽ പോകാൻ മുട്ടി കക്കൂസ് പോയി എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഒതുവും ചെയ്ത് വന്നപ്പോഴും ആദ്യ റക്അത്തിന് പിന്നെ ഇപ്പം കിട്ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസാണ്, എപ്പോഴുള്ളതല്ല. അപ്പോൾ അതുമുണ്ട്. സൂറത്ത് അറാഫ് മഗ്രിബിൽ ഓതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബിയുടെ സാധാരണ പതിവ് ഇതാകുന്നു. നബി ഇമാമിങ്ങൾക്ക് പൊതുവെ നിർദ്ദേശം നൽകലും ഇങ്ങനെ തന്നെയാണ്. ഇമാമായി വരുന്ന ആളുകൾക്ക് നബി സാധാരണ ഈ നിലക്ക് ഓതാനാണ് പറയാറുള്ളത്. കാരണം മുഅ്മിനീങ്ങൾ പ്രായമുള്ളവരുണ്ടാകും, രോഗികളുണ്ടാകും, കുട്ടികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും. അവരൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഓതാൻ കൽപ്പിച്ചിട്ടുള്ളത്. ദുഹ ഓതാൻ പറഞ്ഞു. അത് വായതാണ്. ഇശാക്ക് നിസ്കാരത്തിൽ ദീർഘമായി ഓതിയപ്പോൾ നബിയുടെ പള്ളി അദ്ദേഹം നിസ്കരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എത്തും. അവിടെ ചെറിയ പള്ളിയുണ്ട് വീടിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെ ഉള്ളതൊക്കെ അദ്ദേഹത്തെ കാത്തിക്കും. അവിടെ ഇമാമക്കാൻ പറ്റിയ വേറെ അത്ര നല്ല ഖിറാഅത്തുള്ള ആളുകളില്ല. അപ്പോൾ മുആദ് റളിയല്ലാഹു വരട്ടെ നിലയ്ക്ക് കാത്തിക്കും. അദ്ദേഹം നബിൻ്റെ മദീന പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോവുക. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് ആണ് പോവുക. എന്നിട്ട് അതിൽ അവർ വെയിറ്റ് ചെയ്യുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഇമാമ് നിൽക്കുന്നു. ആ ഇമാമക്ക് അദ്ദേഹം വലിയ സൂറത്ത് ഓതുന്നു. അപ്പോഴാണ് ചില ആക്ഷേപം പറഞ്ഞത്, എന്താ ഇത് ശരിയാവില്ലാന്ന്. അവിടെ നിസ്കാരം കഴിഞ്ഞ് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ പ്രശ്നം ഉണ്ടാക്കി ഭാഗം വിഷയമായി. അപ്പോൾ അയാൾ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ ചില ആളുകൾ. എന്താ ഇപ്പോൾ വലിയ ഓതിയ കുഴപ്പം, ഓനെ ഓതുമ്പോൾ ഇത്ര മടി, എന്താ ഇപ്പോൾ ഖുർആനല്ലേ നിസ്കാരമല്ലേ, സ്വാഭാവികമാണ് ചർച്ച ഉണ്ടായത്. അപ്പം നബിനടുത്ത് വിഷയം എത്തി. മറ്റാൾ ഞാൻ നബിയോട് പരാതി പറയുന്നതാണ്. അതിന് അദ്ദേഹം നേരെ നബിനടുത്ത് വന്ന് നബിയോട് പറഞ്ഞു, ഇതാണ് പരിപാടി, ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം, അതുവരെ ഞങ്ങളവിടെ നിസ്കരിക്കാതെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പിന്നെ ദീർഘമായ സൂറത്ത് ഓതാം. അത് ആക്ഷേപിച്ചപ്പോൾ ഞാൻ മുനാഫിക്കാന്നാണ് പറയേണ്ടത്.
അവൻ നബി ഇമാമിനെ വിളിച്ചു, മുആദിനെ വിളിച്ചു. അപ്പോഴേ ചോദിച്ചു, അഫത്താനുൻ അൻത യാ മുആദ്, എന്താ മുആദെ ഫിത്ന ഉണ്ടാക്കുകയാണോ? എനിക്ക് വല്ലുഹ വല്യ ഓതിക്കൂടെ, അലം നശ്റഹ് ഓതിക്കൂടെ എന്ന് നബി തങ്ങൾ അവിടെ മുആദിനോട് പറഞ്ഞു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മഅ്മൂമീങ്ങളെ പരിഗണിച്ചു അർത്ഥം. മഅ്മൂമീങ്ങളെ പരിഗണിക്കണം. പ്രത്യേകിച്ച് ടൗൺ പള്ളിയൊക്കെ ആണെങ്കിൽ, ടൗൺ പള്ളിയാണ്, മെയിൻ റോഡിൽ സൈഡിലുള്ള പള്ളിയാണ്, യാത്രക്കാർക്ക് നിസ്കരിക്കാൻ കയറുന്ന പള്ളിയാണ് എങ്കിൽ തീർച്ചയായും ചുരുക്കി ഓതണം. എന്നാൽ ഫിക്സ്ഡ് മഅ്മൂമീങ്ങളാണ്. ഒരു നാട്ടിൻപുറത്തെ പള്ളി, അവിടുത്തെ 4-5 വീട്ടുകാരാണ് സാധാരണ നിസ്കരിക്കാൻ വരാനുള്ളത്, വേറെ ആരും വരാനില്ല. ആ വരുന്ന എല്ലാവർക്കും ദീർഘമായി ഓതാനാണ് താല്പര്യം എങ്കിൽ ആവാം, വിരോധമൊന്നുമില്ല. അതല്ലെങ്കിൽ മഅ്മൂമികളെ പരിഗണിച്ചിട്ടേ ഇമാമ് ഓതാൻ പാടുള്ളൂ എന്നാണ് ഒക്കെ വരും. ഇനി ഇത് തെളിവ് പറഞ്ഞത് നബിയുടെ സാധാരണ പ്രവൃത്തി ഇതാകുന്നു എന്നാണ്. താഴെ നമ്പർ 4 കാണാം. ഒമിൻ ദാലിക, ദലീലിവിടെ പറഞ്ഞിട്ടില്ല, നബിയുടെ സാധാരണ പ്രവൃത്തി ഇതാണ് പറഞ്ഞു. ഞാൻ ആവശ്യമുള്ളവർക്ക് നോക്കാൻ വേണ്ടി താഴെ ഒരു ഹദീസ് കൊടുത്തു. റവാഹുൽ ബുഖാരി വ മുസ്ലിം അൻ അബീ ബർസ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ ഫജ്രി മിൻ 100 ഇല 60. ഫജ്ർ നിസ്കാരത്തിൽ നബി തങ്ങൾ 100 ആയത്ത് മുതൽ 60 ആയത്ത് വരെ ഓതാറായിരുന്നു പതിവ്. 100 ആയത്ത് മുതൽ 60 വരെയുള്ള ആ തോതിൽ നബി സാധാരണ ഫജ്റിൽ ഓതുമായിരുന്നു എന്ന് അബൂ ബർസ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ കാന റസൂലുള്ളാഹി യഖറഉ ഫിൽ ളുഹ്രി ബിൽ ലൈലി ഇലാ യഖ്ഷ, ളുഹ്ർ നിസ്കാരത്തിൽ വല്ലൈലി ഇലാ യഖ്ഷ ഓതുമായിരുന്നു. വഫിൽ അസ്രി നഹ്വ ദാലിക്, അസ്റിലും ഏതാണ്ട് അതേപോലെ ഓതുമായിരുന്നു. വഫിൽ ഫജ്രി അത്വല മിൻ ദാലിക, ഫജ്റിൽ അതേക്കാൾ ദീർഘമായിട്ടും ഓതുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് ഇത് നമുക്ക് തെളിവുള്ളത്. എന്നാൽ യുസ്തഹബ്ബു, സുന്നത്താണ്, അൻ യഖറഅ ഫീ സ്വലാത്തിൽ ഫജ്രി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഫജ്ർ നിസ്കാരത്തിൽ പാരായണം ചെയ്ത സുന്നത്താണ്. ബി സൂറത്തൈ അസ്സജദ വൽ ഇൻസാൻ, സജദ സൂറത്തും ഇൻസാൻ സൂറത്തും ഓതൽ സുന്നത്താണ് വെള്ളിയാഴ്ച ഫജ്റിന്. വഹാദ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. സുന്നത്താവുന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ലിമാ റവൽ ബുഖാരി വ മുസ്ലിമുൻ അൻ അബീ ഹുറൈറത്ത, തെളിവ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫി സുബ്ഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നബി തങ്ങൾ സുബ്ഹിക്ക് ഓതുമായിരുന്നു ബി അലിഫ് ലാം മീം തൻസീൽ എന്ന സൂറത്ത് ഫി റക്അത്തിൽ ഊല, ആദ്യ റക്അത്തിൽ. വഫി സാനിയ, രണ്ടാം റക്അത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന സൂറത്തും നബി തങ്ങൾ ഓതുമായിരുന്നു എന്ന് മുഴുവൻ താഴെ വരുന്നു. ഈ 2 സൂറത്താണ് ഓതേണ്ടത് വെള്ളിയാഴ്ച. വസ്സുന്നത്തു, സുന്നത്തായിട്ടുള്ളത് അൻ യഖറഅ ഹാതൈനി സൂറത്തൈനി ബിതമാമിഹാ, ഈ 2 സൂറത്ത് പൂർണ്ണമായി ഓതലാണ് സുന്നത്ത്, അത് ഫുള്ളായിട്ട് ഓതുക. വലിഹാദ, അതാണ് സുന്നത്ത് എന്നതിനാൽ ഫമാ യഫ്അലുഹു ബഅ്ദുഹും, ചില ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന പണി അതെന്താ, ഇഖ്തിസാരി അലാ ബഅ്ദിഹിമാ, ഇതിൽ അല്പം ഓതുക എന്ന ഒരു രീതി ഇപ്പം ചിലർ ചെയ്യുന്നുണ്ട്. സൂറത്ത് ഫുള്ളായിട്ട് ഓതാതെ അതിന് ബഅ്ദ് മാത്രം പരിമിതപ്പെടുത്തുക. ഔ തജ്സിഅത്തു ഇഹ്ദാം ഹാതൈനി സൂറത്തൈനി ഫി ഹാതൈനി റക്അത്തൈനി, അല്ലെങ്കിൽ ഒരു സൂറത്തിൽ 2 റക്അത്തും കൂടി ഓതുക ജുസ് ആക്കിയിട്ട്. സജദ പകുതി ഒന്നിൽ ഓതുക, ബാക്കി പകുതി അടുത്ത റക്അത്തിൽ ഓതുക, അല്ലെങ്കിൽ ഇൻസാൻ പകുതി ഓതുക, ബാക്കി പകുതി അടുത്തിൽ ഓതുക. ഇങ്ങനെയൊക്കെ ഇപ്പം ചില ആളുകൾ ചെയ്യുന്ന പണി ഹുവ ഖിലാഫുസ് സുന്ന, അത് സുന്നത്തിനെതിരാണ്. ഹറാമും വിദഅത്തൊന്നും വരില്ല, കാരണം ഏത് ഓതാലോ ആ നിൽക്കുന്ന മതി. പക്ഷേ സുന്നത്തിൽ അതാണോ ചോദിച്ചാൽ അല്ല, അവിടെ സുന്നത്തല്ല നബിയുടെ ചര്യ. അപ്പം നബി ചര്യ സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഫജറിൽ ഈ 2 സൂറത്തുകൾ പൂർണ്ണമായി ഓതുക എന്നതാകുന്നു. അതും ഓതാം, അതുമുണ്ട്. ഏതും ഓതാം, ഏത് സൂറത്തും ഓതാം. ഇനി ഒന്നും ഓതാതെ നിൽക്കാം. നമ്മളത്തെ പറഞ്ഞ ഫാത്തിഹ മാത്രം ഓതി, മറ്റുള്ളതൊക്കെ സുന്നത്തേ ഉള്ളൂ. നബിയുടെ സാധാരണ പതിവാണ് ഈ പറയുന്നത്. എന്നാൽ യുസ്തഹബ്ബു, സുന്നത്താണ് യഖ്റഅ അഹ്യാനൻ ഫിൽ ഫരീള, ചിലപ്പോഴൊക്കെ ഫർളിൽ പാരായണം ചെയ്യുക. ഔ ഫിൽ വന്നാഫില, അലി സുന്നത്തിലും ആയത്തൻ ഔ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തി ഔ വസത്തിഹ ഔ ആഖിരിഹ, ഒരു സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂറത്ത് ആയത്തുകൾ ഓതുക, അലി ഇടയിൽ ഓതുക, അലി അവസാനത്തിൽ ഓതുക. ഇതും ഉണ്ട്, ഇല്ല എന്നല്ല. ഒരു സൂറത്ത് ഫുള്ളായിട്ട് ഓതാവൂ എന്നല്ല, എവിടെയെങ്കിലും ഒരു സൂറത്തിൻ്റെ കുറച്ച് ഭാഗം ഓതി റുക്കൂയിലേക്ക് പോയി, തെറ്റായ കാര്യമൊന്നുമല്ല. തെളിവ് ലിമാ റവാ മുസ്ലിമുൻ അൻ ഇബ്നു അബ്ബാസിൻ ഖാൽ, ഇബ്നു അബ്ബാസ് പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫി റക്അത്തൈ അൽ ഫജ്ർ, ഫജ്റിന്റെ 2 റക്അത്തിൽ നബി തങ്ങൾ ഓതുമായിരുന്നു
ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ എന്ന സൂറത്ത് ബഖറയിലെ 136-ാമത്തെ ആയത്ത് അത് നബി ഓതുമായിരുന്നു. വല്ലത്തി ഫീ ആലി ഇമ്രാൻ തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും എന്ന ആലി ഇമ്രാൻ 64-ാമത്തെ ആയത്ത് ഇത് നബി തങ്ങൾ ഓതുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി യജൂസു അനുവദനീയമാണ് അൻ യുഖസ്സിമൽ മുസല്ലി നിസ്കരിക്കുന്ന ആള് വിഭജിക്കൽ അസ്സൂറത്ത ബൈന റക്അത്തൈനി ഒരു സൂറത്തിനെ 2 റക്അത്തായി ഡിവൈഡ് ചെയ്യാം. ഒരു സൂറത്തിൻ്റെ പകുതി ഭാഗം റക്അത്തിൽ ഓതി ബാക്കി പകുതി അടുത്ത റക്അത്തിലും ഓതി അതും അനുവദനീയമാണ്. ഫയഖ്റഉ മിൻഹാ അയാൾ പാരായണം ചെയ്യുന്നു ഫി റക്അത്തിൽ ഊല ഒരു റക്അത്തിൽ ثم يقرأ من السورة نفسها بقية السورة أو آيات منها مما يلي ما قرأ في الركعة الأولى بحسب ترتيب المصحف ഇതിൻ്റെ ബാക്കി ഏതെങ്കിലും ആയത്തുകളോ അതിൻ്റെ സൂറത്തിൻ്റെ ബാക്കിയോ ഒക്കെ അടുത്ത റക്അത്തിലും ഓതുക. എങ്ങനെ ഓതുക? ബിഹസബി തർത്തീബിൽ മുസ്ഹഫി മുസ്ഹഫിൻ്റെ തർത്തീബ് അനുസരിച്ച് മുസ്ഹഫിൽ എങ്ങനെയാണോ ഓർഡർ ആ ഓർഡറിൽ ഓതുക എന്ന് അനുവദനീയമാണ്. ലി ഹദീസ് ഇബ്നു അബ്ബാസിൻ അസ്സാബിഖ് നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസിൻ്റെ ഹദീസാണ് അതിന് തെളിവായിട്ടുള്ളത്. ഇനി മറ്റൊരു മസ്അല ഒരേ സൂറത്ത് ആവർത്തിക്കാൻ പറ്റുന്നതാണ്. ഒരു സൂറത്ത് ഓതി അടുത്ത റക്അത്ത് ആ സൂറത്തിൽ ഓതി അത് പറ്റുമോ? യജൂസു അനുവദനീയമാണ്. അൻ യുകജ്ജിറൽ മുസല്ലി അഹ്യാനൻ നിസ്കരിക്കുന്ന ആൾ ചിലപ്പോഴൊക്കെ ആവർത്തിക്കൽ സൂറത്തൻ വാഹിദ ഒരു സൂറത്ത് തന്നെ ഫിർ റക്അത്തൈനിൽ ഊലാ വസ്സാനിയ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ ഒരേ സൂറത്ത് ഓതുക അതും ഇടയ്ക്കൊക്കെ പറ്റും. എപ്പോഴും പതിവാക്കാതെ അങ്ങനെ എപ്പോഴും ഓതിയാൽ തെറ്റായ കാര്യമൊന്നുമല്ല. ലിമാ റവൽ ബുഖാരിയു വമുസ്ലിമുൻ അൻ ആയിഷത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ തെളിവ് ആയിഷ ബീവി പറയുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ ഒരു സൈനിക നീക്കത്തിനായി പറഞ്ഞയച്ചു ഒരു നേതാവായിക്കൊണ്ട്. വകാന യഖറഉ ലി അസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെ കൂടെയുള്ളവർക്ക് നിസ്കാരത്തിൽ ഇമാമായിക്കൊണ്ട് നിൽക്കാറുള്ളത് പാരായണം ചെയ്യാറുള്ളത്. അത് അദ്ദേഹം ഖുർആൻ ഓതും. ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ് ഏത് സൂറത്ത് ഓതിയാലും അദ്ദേഹം അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ഒരു സൂറത്ത് ഓതും അത് കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ റക്അത്തിലും. ഫലമ്മാ റജഉ അവർ തിരിച്ചു വന്നപ്പോൾ ദക്കറു ദാലിക ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇക്കാര്യം നബിയോട് പറഞ്ഞു. നബി ഇങ്ങനെ സംഭവം ഉണ്ടായി. അദ്ദേഹം എല്ലാ റക്അത്തിലും ഏത് സൂറത്ത് ഓതിയാലും ശേഷം പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാൽ അപ്പം നബി തങ്ങൾ പറഞ്ഞു സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക നിങ്ങൾ അയാൾ ചോദിക്കുക അങ്ങനെ ഓതാൻ അയാൾക്കുള്ള പ്രേരണ എന്താണ് കാരണം അങ്ങനെ ഓതാൻ എന്ന് ചോദിക്കുക. ഫസഅലൂഹു അപ്പം അവർ ചോദിച്ചു. ഫഖാൽ അപ്പം അദ്ദേഹം പറഞ്ഞു ലി അന്നഹാ സിഫത്തുർ റഹ്മാൻ ഇത് റഹ്മാനായ റബ്ബിൻ്റെ വിശേഷണമാണല്ലോ ഇതിലുള്ളത്. വാന ഉഹിബ്ബു അൻ അഖ്റാ ബിഹ അത് ഓതാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹിനെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഓതുന്നത്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അഖ്ബിറൂഹു നിങ്ങൾ അയാളെ അറിയിക്കുക അന്നല്ലാഹ യുഹിബ്ബുഹു അള്ളാഹു അയാൾ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയിക്കുക എന്ന്. അപ്പം നബി അംഗീകരിച്ചു അർത്ഥം. അപ്പം അത് പറ്റും. അപ്പോൾ ഒരേ സൂറത്ത് 2 റക്അത്തിലും മൂതിയല്ലോ. അപ്പം അത് നബി ആക്ഷേപിച്ചില്ല, അനുവാദം കൊടുത്തു, അംഗീകാരം കൊടുത്തു. ഇനി ഇപ്പോൾ പറഞ്ഞു ഫജറിൽ തിവാദിൽ മുഫസ്സിൽ ഓതണം, മഗ്രിബിൽ തിസാൽ മുഫസ്സിൽ ഓതണം, ളുഹ്ർ അസ്ർ ഇശായിലൊക്കെ ഔസാത്തുൽ മുഫസ്സിൽ ഓതണം എന്ന് പറഞ്ഞു. ഇനി അതല്ലാതെ ദീർഘമായി ഓതലെടുത്ത് ചുരുക്കി ഓതുകയോ ചുരുക്കി ദീർഘിച്ച് ഓതുകയോ ചെയ്യാമോ? യുശ്റഉ നിയമമാക്കപ്പെട്ടതാണ് അത്തത്വീരു ദീർഘിപ്പിച്ച് ഓതൽ അഹ്യാനൻ ഇടക്കൊക്കെ ഫീ ബഅദി സ്വലവാത്തി അല്ലതി യുശ്റഉ തഖ്സീറു ഫീഹാ ചുരുക്കി ഓതൽ ശറആക്കപ്പെട്ട നിസ്കാരത്തിൽ തന്നെ ദീർഘിച്ചോതൽ കൽ മഗ്രിബി ഇപ്പം മഗ്രിബ് പോലെ മഗ്രിബിൽ ദുഹ മുതൽ നാസ് വരെ ഉള്ളതിനിടക്ക് ഓതാനാ പറഞ്ഞത്. എന്നാ അതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വലിയ സൂറത്ത് ഓതി അത് തെറ്റാണോ? ദുഹ മുതൽ ഓതാൻ പറഞ്ഞത് എന്താ അവിടെ വലിയ സൂറത്ത് ഓതുന്നത് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. لأن النبي صلى الله عليه وسلم قرأ في المغرب مرة بالأعراف നബി ഞങ്ങൾ ഒരിക്കൽ മഗ്രിബിൽ സൂറത്ത് അഅറാഫ് പാരായണം ചെയ്തു. അപ്പോൾ ജായിസാണ് കിട്ടി. മഗ്രിബിൽ അഅറാഫ് ഓതി. അപ്പോൾ അത്രയും സമയം മഗ്രിബിൽ ഉണ്ടെന്ന് മനസ്സിലായി. മഗ്രിബ് നിസ്കാരത്തിന് അത്രയും സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം.
വമറത്തൻ മറ്റൊരിക്കൽ ബിത്തൂർ വത്തൂർ എന്ന സൂറത്ത് നബി ഓതി. വമറത്തൻ ബിൽ മുർസലാത്ത് മറ്റൊരിക്കൽ വൽ മുർസലാത്ത് ഉർഫ എന്ന സൂറത്ത് മഗ്രിബിൽ ഓതി. വഹാദാ ദലീലുൻ ഇത് തെളിവാണ് അല അദമി വുജൂദ് തഹദീദിൻ ഒരു ഹദ് ഒരു കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടില്ല. ലാ യുസാദു അലൈഹി വലാ യുൻഖസ് അതിനപ്പുറം കൂടാൻ പാടില്ല, ഇപ്പുറം കുറയാൻ പാടില്ല. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. നബിയുടെ സാധാരണ പതിവ് നേരത്തെ പറഞ്ഞ പോലെ ആയിരുന്നു. എന്നാൽ ചിലപ്പോഴേക്കും നബി അത് അധികമായി ഓതിയിട്ടുണ്ട്, ചിലപ്പോൾ ചുരുക്കിയും ഓതിയിട്ടുണ്ട്. വഹാദ മുജ്മഉൻ അലൈഹി ഇത് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ചിലപ്പോൾ ചുരുക്കേണ്ട ഒരു സാഹചര്യം വന്നു, പെട്ടെന്ന് സുഖജാതായി, അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര കരച്ചില്, ഒന്നാമത് കുട്ടികൾ കരയാണ്. അപ്പോൾ പക്ഷേ വിചാരിച്ച സൂറത്ത് ചുരുക്കിയിട്ട് വേഗം അവസാനിപ്പിക്കാൻ നോക്കാൻ നബിയുടെ പതിവുണ്ട്. കുട്ടി കരയും, ഉമ്മക്ക് പ്രയാസമാകുമെന്ന് ഞാൻ വിചാരിക്കും, അങ്ങനെ ഞാൻ ഓതാൻ വിചാരിച്ച സൂറത്ത് വെട്ടിച്ചുരുക്കി ഞാൻ റുക്കൂയിലേക്ക് പോകും എന്ന് നബി ഞങ്ങൾ പറഞ്ഞ സംഭവം ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പറ്റും. ചിലപ്പോൾ അതൊന്നുമില്ല, കുറച്ച് ഉന്മേഷം തോന്നി, എല്ലാവർക്കും താല്പര്യമുള്ള ആളുകളെ പിറകിലുള്ളത്, എന്നാൽ കുറച്ച് വലിയ സൂറത്ത് ഓതി, അതിനും പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ ഓതാം, പക്ഷേ മുസ്ഹഫിന്റെ തർത്തീബാണ് പാലിക്കേണ്ടത്. ആ തർത്തീബൊന്നും പാലിക്കാതെ ഏതെങ്കിലും സൂത്ര 4 ആയത്ത് ഓതി, അടുത്ത റക്കഅത്ത് വേറെ ഏത് സൂത്ര 4 ആയത്ത് ഓതി അനുവദനീയമാണ്. പക്ഷെ അങ്ങനെ മാതൃക നമുക്ക് ഇല്ല, അതിൽ മാതൃക ഇല്ല, അനുവദനീയമാണ്. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കണേ. മുഷീറ തോന്നുന്നില്ല, അതാണ് ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഇനി യുസ്തഹബ്ബു സുന്നത്താണ് അത്തത്വീലു ദീർഘിപ്പിക്കൽ ഫിൽ ഖിറാഅത്തി ഫിർ റക്അത്തിൽ ഊലാ മിനസ് സ്വലാ നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ കുറച്ച് ദീർഘിപ്പിക്കാം, രണ്ടാമത്തെ റക്അത്തിനേക്കാൾ ഏറെ അധികമായി ഒന്നാമത്തെ റക്അത്തിൽ ദീർഘിപ്പിക്കുക, അതും സുന്നത്താണ്. ലിമാ റവൽ ബുഖാരി മുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖതാദ അൻ അബീഹി അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ ളുഹ്രി ഫിൽ ഊലയൈനി ബി ഉമ്മിൽ കിതാബി വസൂറത്തൈനി. അബൂ ഖതാദ പറയുന്നു, നബി തങ്ങൾ ളുഹറിലും അസ്റിലും ഒക്കെ ളുഹറിൽ നബി തങ്ങൾ ആദ്യ 2 റക്അത്തുകളിൽ ഫാത്തിഹ ഓതും, 2 സൂറത്ത് ഓതും. വഫി റക്അത്തൈനി ഉഖറയൈനി ബി ഉമ്മിൽ കിതാബ് അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും ഓതും. വയുസ്മിഉന അൽ ആയ ചിലപ്പോഴൊക്കെ നബി ളുഹറിലാണെങ്കിലും ചില ആയത്തൊക്കെ ഞങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. പതുക്കെയാണ് ഓതുക, എന്നാലും അതിനിടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ശബ്ദം കൂടും. അപ്പോൾ ചില ആയത്ത് ഞങ്ങളിങ്ങനെ കേൾക്കും. നബി പതുക്കെ ഓതുമ്പോഴും ചില ആയത്തുകൾ ഞങ്ങൾ പിറകിൽ നിന്ന് കേൾക്കാറുണ്ട്. വയുതവ്വിലു ഫി റക്അത്തിൽ ഊല ഒന്നാം റക്അത്തിൽ നബി ദീർഘിപ്പിക്കും. മാലാ യുതവ്വിലു ഫി റക്അത്തിൽ സാനിയ രണ്ടാം റക്അത്തിൽ ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ഏറെ ഒന്നാമത്തെ റക്അത്തിൽ നബി ഞങ്ങൾ ദീർഘിപ്പിക്കുമായിരുന്നു. അപ്പോൾ പതുക്കെ ഓതുന്നിടത്തും ഇനി ഉറക്കെ ഓതുന്നതൊക്കെ ആദ്യ റക്അത്തിന് ഓതിനേക്കാൾ അല്പം ചുരുക്കിയാണ് രണ്ടാമത്തെ റക്അത്തിൽ നബി ഞങ്ങൾ ഓതാറുള്ളത്. വഹാക്കദാ ഫിൽ അസ്ർ അങ്ങനെ തന്നെയായിരുന്നു അസ്റിലും. വഹാക്കദാ ഫിൽ സുബ്ഹി അപ്രകാരം തന്നെയാണ് സുബ്ഹിയിൽ നബി ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യ റക്അത്തിൽ ഓതി അത്ര രണ്ടാമത്തെ റക്അത്തിൽ ഓതാറില്ല. ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസ്. അമ്മ റക്അത്തു സാലിസ വറാബിഅ എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്ത് ഫതുസ്തഹബു തസ്വിയത്തു ബൈനഹുമാ അത് തുല്യമാക്കലാണ് സുന്നത്ത്. ഒരേപോലെ രണ്ടും ഒരേ അളവിൽ. കാരണം ഫാത്തിഹ ഉള്ളല്ലോ, ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ തന്നെ രണ്ടും ഒരേ രൂപത്തിൽ ഓതുക. വഹാദാ ഖൗലുൽ ജുംഹൂർ ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിമാ റവാ മുസ്ലിമുൻ അൻ അബീ സഈദ് അൽ ഖുദ്രി നേരത്തെ പറഞ്ഞ ഹദീസ് ആവർത്തിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ റക്അത്ത് 30 ആയത്തിന്റെ ഖദർ ഓതും, മൂന്നാമത്തിലും നാലാമത്തിലും അതിൻ്റെ പകുതി. അസ്റിലാണെങ്കിൽ 15 ആയത്തിന്റെ തോതും, അവസാന റക്അത്തുകളിൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞ ഹദീസാണ് അത് തെളിവ്. 1752 യുസ്തഹബു ലിൽ മഅ്മൂമി ലിൽ ഇമാമി ഇമാമിന് സുന്നത്താണ് അൻ യുസ്മിഅൽ മഅ്മൂമീന മഅ്മൂമിങ്ങളെ കേൾപ്പിക്കുക എന്നത് അൽ ആയ ആയത്ത് അഹ്യാനൻ ചിലപ്പോഴൊക്കെ ഫി സ്വലാത്തി വറക്അഅത്തി അസ്സിർരിയ പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും പതുക്കെ ഓതുന്ന റക്അത്തുകളിലുമൊക്കെ ചില ആയത്തൊന്ന് ശബ്ദം കൂട്ടി മഅ്മൂമിങ്ങൾ കേൾക്കുമാർ ഓതുക എന്ന സുന്നത്താണ്. ലിമാ റവൽ ബുഖാരിയു വമുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖതാദ നേരത്തെ പറഞ്ഞ ഹദീസ്. നബി ഞങ്ങൾ ചിലപ്പോഴൊക്കെ ചില ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു എന്ന് അബൂ ഖതാദ പറഞ്ഞ
ആ സംഭവം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഫാത്തിഹ പറഞ്ഞു, സൂറത്ത് പറഞ്ഞു, രണ്ടിലുമുള്ള മര്യാദകൾ പറഞ്ഞു. അവിടെ വരാവുന്ന ഏതാണ്ട് എല്ലാ തരം ചർച്ചകളും ഇവിടെ നമ്മൾ മുഅല്ലിഫ് രചയിതാവ് റഹിമഹുല്ലാ ഷെയ്ഖ് ഇബ്നു ജബീർ റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയും ചെയ്തു. അതോടെ ആ ഫസ്ൽ അവിടെ അവസാനിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇമാമിന് റബ്ബി ഗഫിർലി എന്ന് പറയാനും പറ്റില്ല. പറയുകയാണെങ്കിൽ റബ്ബി ഗഫിർലനാ എന്ന് പറയണം. റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞാൽ എനിക്ക് നീ പുറത്തു കൊണ്ടോന്നാണ്. വലല്ലാലിൻ പറഞ്ഞു റബ്ബി ഗഫിർലി എനിക്ക് പുറത്തു കൊണ്ടോ, അപ്പം എല്ലാവരും കൂടി ആമീൻ അറിയും. അപ്പം അത് ചുളിവാണ്. അത് ശരിയല്ല, പച്ചവരെ പറ്റിക്കല്ലേ. ഒരു ഹദീസിൽ കാണാം, മൻ അമ്മലി ഖൗമിൻ ഫദഅ ലിനഫ്സിഹി ഫഖദ് ഖാനഹു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ ഇമാമായി നിന്നു എന്നിട്ട് തനിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്തു എങ്കിൽ അവൻ അവരെ വഞ്ചിച്ചവനാകുന്നു. അവിടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ അതിന് വിശദീകരണം കൊടുത്ത് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളിലാണ് അത് എന്നാണ്. ഖുനൂത്ത് അതേപോലുള്ള ദുആകൾ അതിലൊക്കെയാണ് ഈ പറഞ്ഞത്. മറ്റ് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദുആ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ ചെയ്യാം. അതല്ലാതെ ഇങ്ങനെ വരുന്ന ദുആകളിലൊക്കെയാണ്. അപ്പോൾ അവിടെ മുഴുവൻ കൂടി പരിഗണിച്ചിട്ട് വേണം റബ്ബന ഗഫിർ ലനാ എന്ന് പറയാം. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തുണ്ടോ, പറ്റും. റബ്ബി ഗഫിർ ലനാ എന്ന് പറയാം. എൻ്റെ റബ്ബേ ഞങ്ങൾക്ക് പുറത്തതാ. അത് റബ്ബന ഗഫിർ ലനാ ഞങ്ങൾ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തതാ. റബ്ബി ഗഫിർ ലീ എന്ന റബ്ബേ എനിക്ക് നീ പുറത്തതാന്നാണ്. അത് അയാൾക്ക് മാത്രമാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റൊരു ആമീൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒറ്റക്കാണി പറ്റും, മുഫ്രിദാണി പറ്റും. അത് നബി തങ്ങൾ സാധാരണ നിസ്കാരത്തിലൊക്കെ ഒറ്റ നിസ്കരിക്കുമ്പോൾ രാത്രി നിസ്കാരത്തിലൊക്കെ ചോദിക്കേണ്ട ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നബി തങ്ങൾ ചോദിക്കലുണ്ട്. മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട ആയത്ത്, സ്വർഗവുമായി ബന്ധപ്പെട്ട ആയത്ത്, അങ്ങനെ പ്രത്യേകം ചോദിക്കാൻ ചാൻസുള്ള ആയത്ത് ഓതുമ്പോൾ നബി അവിടെ സ്വർഗം ചോദിക്കും, മഗ്ഫിറത്ത് ചോദിക്കും. അലാബുമായി ബന്ധപ്പെട്ട ആയത്ത് വന്നാൽ അലാബിന് കാബലിനെ ചോദിക്കും. അള്ളാഹ് റഹ്മത്തുമായി ആയത്ത് വന്നാൽ റഹ്മത്തിനെ ചോദിക്കും. ഇത് നബിയുടെ രീതിയാണ്. എന്നാൽ ഇമാമായി നിൽക്കുമ്പോൾ ഈ ഒരു വശം പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് പ്രകാരം ഹദീസ് സിഹത്തിന് ഇപ്പോൾ വ്യത്യാസമുണ്ട്. സ്വഹിയാണെന്നും അല്ലാന്നൊക്കെ പഴയകാലം മുതൽ തന്നെ തർക്കമുള്ള ഹദീസാണ്. എന്നാലും അതൊരു അസുലായി പണ്ഡിതന്മാരൊക്കെ എടുത്തത് കാണാൻ കഴിയും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ നബിയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഈ ഹദീസിനെ അസ്ലായി സ്വീകരിക്കുകയും അതുപ്രകാരം ഇങ്ങനെ ഒരു ഹുക്കം അദ്ദേഹം പറയുകയും ചെയ്തത് കാണാനും കഴിയുന്നുണ്ട്. വല്ലാഹു അഅലം. ഉണ്ട്, സാധാരണ സുന്നിപ്പള്ളിയൊക്കെ ചെയ്യും. സുന്നിപ്പള്ളി പൊതുവെ മിക്കവാറും ഉസ്താദന്മാരൊക്കെ അല്ലാഹുവിനെയും പറഞ്ഞാൽ റബ്ബി ഗഫിർലി പറയും. ആമീൻ പറഞ്ഞ ഇടയും കൊണ്ടേക്കാണ്ട് റബ്ബി ഗഫിർലി പറഞ്ഞാൽ ഒരു ലക്കിയാണല്ലോ. എല്ലാം കൂടി ആമീൻ പറഞ്ഞിട്ട് കിട്ടിയ ആയല്ലോ. മൂന്ന് പറയാം, കുഴപ്പമില്ലല്ലോ. എന്താ അടുത്ത ഫസ്റ്റ് തുടങ്ങണോ? തെറ്റൊന്നുമല്ല, തെറ്റായ കാര്യമല്ല. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇടയ്ക്കൊക്കെ നബി അങ്ങനെ ചില ആയത്തുകൾ ഞങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പതുക്കെ ഓതി നിസ്കാരത്തിൽ ഉറക്കെ ഓതിപ്പോയി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് കുറ്റകെട്ടണ കാര്യമോ നിസ്കാരം മാത്രം കാര്യമൊന്നുമില്ല. നബിയുടെ സാധാരണ പതിവ് ആ നിസ്കാരത്തിൽ പതുക്കെ ഓതുക എന്നതാണ് എന്നേ ഉള്ളൂ. അതെ, അയാൾക്ക് അബദ്ധം പറ്റിയല്ലേ, അശ്രദ്ധമായി പോയതല്ലേ. ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നുവെങ്കിൽ പിന്നെ മൗമൂൻ ഓത്തില്ല. ആ മൗമുകൾ ജഹറാക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് വസ്വാസാകുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത് ഏതാണെങ്കിലും ശരി. ഒരാളെ ഖിറാഅത്ത് കൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് വസ്വാസാകുക എന്നുള്ളത് അത് അയാൾ നിസ്കാരം തശ്മീഷാക്കി കുറ്റം ഇയാൾക്കുണ്ടാവും. അത് പാടില്ല എന്ന് തന്നെയാണ്. അത് എവിടെയും പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആളുകൾ മസ്ബൂക്കായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അദ്കാർ പോലും പതുക്കെ ആക്കാൻ പ്രത്യേകം പറഞ്ഞത്, മറ്റവർക്ക് വസ്വാസാക്കാൻ പാടില്ല എന്നതുകൊണ്ട്. ഇല്ല, സമയസ്മിതന് വേണ്ട. അതെ, രാത്രി നിസ്കാരങ്ങൾ അതേപോലെ ജമാഅത്ത് നിസ്കരിക്കുന്ന അതിൻ്റെ പ്രത്യേക ജമാഅത്തുകൾ അതിലാണ് ഉറക്കെ ഓതാൻ പറഞ്ഞത്. ഇപ്പം മഗ്രിബ് ഇശാ സുബഹി അതിലാണ് ഉറക്കെ ഓതാൻ പറഞ്ഞത്. ളുഹർ അസ്ർ പതുക്കെയാണ്. പിന്നെ ഉറക്കെ ഓതാൻ പറഞ്ഞത് ജുമുഅക്കും പെരുന്നാളിനുമാണ്. അത് പ്രത്യേക ജമാഅത്തുകളാണ്.
അത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണഗതിയിൽ നബി ഉറക്കെ ഓതിയതും ഉറക്കെ ഓതാൻ പറഞ്ഞതും. അതിന് എന്താ രഹസ്യം എന്നുള്ളതൊക്കെ ചർച്ചകൾ പതിവ് നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഗണ്യമായി അതുതന്നെയാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. എന്നാൽ പൊതുവേ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇബ്നു ഹൈതമിയുടെ ഫതവൽ ഹദീസിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വന്നു, രാത്രി ഉറക്കോതലും പകൽ പതുക്കലൊക്കെ വന്നു, അതിനെന്താണ് കാരണം എന്നൊക്കെയുള്ള ചർച്ചകൾ പല നിഗമനങ്ങളൊക്കെ ഓരോരുത്തരുടെ ഒരു വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞത് കാണുന്നുണ്ട്. അല്ലാഹു അഅലം. അതെ, അത് പിന്നെ ഒന്നാമത്തെ റക്അത്ത് കുറച്ച് ദീർഘമായി ഓതാൻ പറഞ്ഞത് വൈകി വരുന്ന ആളുകൾക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി എന്നു ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് നീട്ടി രണ്ടാമത്തെ റക്അത്ത് നീട്ടിയില്ല, അപ്പോൾ എന്താണ് ഇപ്പോൾ രണ്ടും വ്യത്യാസം? അപ്പോൾ സാധാരണഗതിയിൽ ജമാഅത്തുകൾ നേരത്തെ എത്തും. അഥവാ വല്ലവരൊക്കെ വൈകി വരികയാണെങ്കിൽ അവർ കൂടി ആ റക്അത്ത് കിട്ടട്ടെ എന്ന നിലക്കാണ് നബി അങ്ങനെ ദീർഘിപ്പിച്ചത്. അത് ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ചെയ്ത അടക്കം അഭിപ്രായക്കാരനാണ്. അത് പലരും അങ്ങനെ പറഞ്ഞു കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ എന്താണ് ഒരു അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അതവരൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല. ഒരു സാധ്യത പറഞ്ഞതായിരിക്കാം. അല്ലാഹു അഅലം. സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നത് ഇല്ല. അള്ളാഹ് സത്യമേ പറയുള്ളൂ. അള്ളാഹ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ. സദഖല്ലാഹു അലീം അള്ളാഹു സത്യം പറഞ്ഞതാണ്. അള്ളാഹ് എപ്പോഴും കളവ് പറയുന്നുണ്ടെങ്കിലല്ലേ നമ്മളത് സത്യം പറയേണ്ട ആവശ്യമുള്ളൂ. അതിന് സത്യമേ പറയൂ. അത് പൊതുവെ എന്ന് വെച്ചാൽ ഈ സൂഫികൾ കൊണ്ടുവന്ന രീതിയാണത്. സൂഫികളാണ് അങ്ങനെ രീതി സ്വീകരിച്ചത്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സദഖല്ലാഹു അലൈഹി എന്ന് പറയാന്നുള്ളത് ഓതി കൊണ്ടുവന്ന രീതിയാണ്. അതിന് പിന്നെ അത് വ്യാപകമായിട്ട് എങ്ങാണ്ട് പ്രചരിച്ചു. ഇപ്പം എല്ലാവരും പൊതുവെ അങ്ങനെ പല ഭാഗത്തും അത് ചെയ്ത് പോരുന്ന് കാണുന്നുണ്ട്. എന്നാലും അത് അങ്ങനെ സുന്നത്തില്ല. മാത്രമല്ല അള്ളാഹിനെ നമ്മൾ സത്യപ്പെടുത്തുക എന്നുള്ളത് ഇങ്ങനെ ഒരു ഖുർആൻ ആയത്തെല്ലാം സത്യമാണ്. ഒരു ആയത്ത് വന്നിട്ട് പിന്നെ സദഖല്ലാഹു അലൈഹി എന്ന് അങ്ങനെ അതിന് വിമർശിച്ച പണ്ഡിതന്മാരുണ്ട്. ഈ ന്യായം പറഞ്ഞിട്ട് തന്നെ എൻ്റെ വക പറഞ്ഞല്ല കേട്ടോ, ഇതേ ന്യായം പറഞ്ഞുകൊണ്ട് പിന്നെ ലോകാടിസ്ഥാന സലഫി പണ്ഡിതന്മാർ പലരും അത് വിമർശിച്ചിട്ടുണ്ട്. കാരണം അത് ഒരു അധപകേടാണ്. ഒരു ആയത്തുകൾ ഓതിയാണ്ട് സദഖല്ലാഹ് അള്ളാഹ് സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെന്തോ അള്ളാഹ്ക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന രൂപത്തിലാണ് അത് വരുന്നത്. അത് ശരിയല്ല. എന്നാൽ ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം പറഞ്ഞു, അതെങ്ങനെ തന്നെ നടപ്പായി വന്നു. അവിടെ ഖുൽ സദഖല്ലാഹ് എന്ന് പല സംഭവങ്ങളും നബിനോട് പറയാൻ പലതൊക്കെ ഉണ്ട്. അത് ഇതല്ല, അത് ഖുർആൻ ഓതുമ്പോഴല്ല. നബി അള്ളാഹു കാര്യം അറിയിച്ചു, അങ്ങനെ തന്നെ പിന്നീട് അവിടെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പം കണ്ടോ അള്ളാഹ് പറഞ്ഞ ശരിയായില്ലേ, നിങ്ങൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് മുസ്ലിങ്ങളോട് പറയാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ളത്. അല്ലാഹു അഅലം. ഇല്ല, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ദിക്റുകളൊന്നും ആ നിലയ്ക്ക് പഠിപ്പിക്കപ്പെട്ടില്ല. അതെ, അതൊക്കെ പൊതുവായി നമ്മൾ നേരത്തെ പറഞ്ഞ പെട്ടതൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരുന്നിടത്തൊക്കെ പ്രതികരിക്കൽ നബിയുടെ സാധാരണ പതിവായിരുന്നു. അത് സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ ഫബി അയ്യാലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് ഓതിയപ്പോൾ സഹാബികളിങ്ങനെ അന്തം വിട്ടപ്പോൾ സഹാബ് നബി ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പ്രതികരിക്കാത്തത്? ഞാൻ ജിന്നുകൾക്ക് ഓതി കൊടുത്തപ്പോൾ അവർ ഭംഗിയായി പ്രതികരിച്ചല്ലോ എന്ന് നബി ഞങ്ങൾ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആയത്തുകളൊക്കെ നമുക്കതാവാം. പക്ഷേ ഇമാമ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ മര്യാദകൾ പാലിക്കണം എന്ന് മാത്രം. അപ്പം അൽഹംദുലില്ലാഹ് ഏതാണ്ട് ഒരു സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായ ചർച്ചകൾ ഇനി അധികമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ റുക്കൂഉ സുജൂദ് അങ്ങനെ ആ കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു റമളാനിൻ്റെ മുമ്പത്തെ ക്ലാസ് നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല, ചെറിയൊരു യാത്ര ഉണ്ട്, ഇന്ന് പുറത്ത് പോവാണ്. അപ്പോൾ അടുത്ത ആഴ്ച അതായത് ഞാൻ ഉണ്ടാവില്ല. പിന്നെ പകരം ഒരാളെ വേണമെങ്കിൽ പറഞ്ഞേക്കാന്നേ ഉള്ളൂ. പിന്നത്തെ വെള്ളി മിക്കവാറും നോമ്പിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളൊക്കെ ആയിരിക്കും ചെയ്തു. സ്വാഭാവികം 28 വെള്ളിയാഴ്ച വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും റമളാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തോടെ നമ്മൾ ഈ തൽക്കാലം ക്ലാസ് അവസാനിപ്പിച്ച് റമളാന് ശേഷം ഇൻഷാ അല്ലാഹ് ആയുസ്സുള്ളവർക്ക് തുടരാം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. 2-3 കാര്യം. ഒന്ന്, റമളാനാണ്. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ കേവലം ഒരു നാട്ടുനടപ്പായി അങ്ങനെയാണ്ട് വന്നു പോകേണ്ടതല്ല നോമ്പ്. കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു ആസൂത്രണം നമുക്കിപ്പോൾ തന്നെ വേണം. മുൻഗാമികൾ സാധാരണ റമളാനിൽ ക്ലാസ്സൊക്കെ നിർത്തിവെക്കലാണ്, ഇബാദത്തിന് മാത്രം ഇരിക്കലാണ് സാധാരണ. ഇപ്പോൾ ഇമാം മാലിക്കൊക്കെ എല്ലാ ദിവസവും നിർത്തും റമളാനിലാണ്. എന്നിട്ടൊരു ഫുൾ ടൈം ഇബാദത്തിലേക്ക് മുഴുകും. ഓർക്ക് ബാക്കി 11 മാസവും ഇൽമുണ്ടാക്കുന്ന പണിയാണ്. നമുക്ക് ആകെ ഒരു മാസം എല്ലാം കൂടി ഉള്ളൂ. അപ്പം നമ്മൾ നിർത്തിവെച്ചാണ് ക്ലാസ്സൊന്നും വേണ്ട എന്നാലും ശരിയാവില്ല. അപ്പം നമ്മൾ എല്ലാം കൂടി ജമ്പ് ചെയ്യാണ് നമുക്ക് നല്ലത്. നമുക്ക് ബാക്കി 11 മാസം നമ്മളത് ഞാവും കാര്യങ്ങളിട്ട് പോവുകയാണ്. ഈ ഒരു മാസമാണ് കുറച്ചെങ്കിലും
നമ്മളൊരു പള്ളിയുമായൊക്കെ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഇൽമും വേണം, ഇബാദത്തും വേണം, പടച്ച റബ്ബിലേക്കുള്ള ബന്ധം, നമ്മുടെ ഈമാൻ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയും വേണം. അതിനാണ് നമ്മൾ റമദാനെ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ചിലക്ക് ന്യായം പറയും, മുൻഗാമികളെ റമദാൻ ക്ലാസ് എടുക്കലില്ല, എൻ്റെ പള്ളിക്ക് മുമ്പത്തെ ക്ലാസ് ആവശ്യമില്ല, ആൾക്ക് ഈ ഭാഗത്തെടുത്തോട്ടെ എന്ന് പറയും. ശരിക്കും ശരി തന്നെയാണ്. പക്ഷേ മുൻഗാമികളെ പോലെ അല്ലല്ലോ നമ്മൾ ഒരെക്കാളും ഈമാൻ കൊണ്ടും ഒരുപാട് ദഈഫായ ആളുകളാണ്. ഇൽമാണെങ്കിൽ നമുക്ക് ഒന്നിട്ട് ഇല്ലതാനും ഇബാദത്തും തന്നെ അവരപേക്ഷ നമ്മൾക്ക് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്നുള്ളതൊക്കെ റമദാൻ നമ്മളാ നിലക്ക് ഉപയോഗിക്കുകയും കുറച്ചൊക്കെ വല്ലതും പഠിക്കാനും കൂടി നമ്മൾ സമയം കണ്ടെത്തുക, അതേപോലെ ഇബാദത്തുകൾ സമയം കണ്ടെത്തുക, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക, റബ്ബുമായി ബന്ധം ഒന്നുകൂടെ സ്ഥാപിക്കാൻ സ്വസ്ഥമായി സ്വകാര്യമായി ഒക്കെ ഒരു പള്ളിയിലൊക്കെ വന്ന് കൂടി അങ്ങനെ ഒരു കുറച്ച് സമയമെങ്കിലും പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് ആ നിലക്ക് ഒരു മുനാജാത്തിനൊക്കെ നമ്മൾ അവസരം ഈ റമദാനിൽ കണ്ടെത്തണം. അത് നമുക്ക് മാത്രമല്ല, കുടുംബത്തിനും അത് വേണം. നമ്മളൊക്കെ പള്ളിക്ക് ഒന്ന് കുടുംബങ്ങളൊക്കെ ഒരു വരിയിൽ ഭക്ഷണം ഉണ്ടാക്കുക, ഓർക്ക് ബാക്കിയൊന്നുമില്ല എന്നായിക്കൂടാ. നമ്മുടെ കുടുംബങ്ങളും പള്ളിക്ക് വരട്ടെ, ഭാര്യമാരും വരട്ടെ, മക്കളും വരട്ടെ, ഓലൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവർക്കും ആ നിലക്കുറിച്ച് വിഭാഗത്തൊക്കെ ലഭിക്കട്ടെ. മിക്കവാറും പള്ളികളൊക്കെ ഇപ്പോൾ നോമ്പുതോറൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ നേരത്തെ വന്നാൽ നല്ല നോറുക്കട് വന്നാൽ എല്ലാ ജമാഅത്തും കിട്ടും. നോമ്പ് തുറക്കുക, തറാവിയും കഴിഞ്ഞ് അവിടെ പോയാൽ ഓർക്കും ഒരു ആശ്വാസമാണ്. ഞാൻ അതിന് ഇല്ലെങ്കിലും വലിയ ഒരു ഭക്ഷണത്തിന് വേറെ സംവിധാനം ചെയ്തു കൊടുത്താൽ പോലും തൽക്കാലം നമ്മൾ എവിടെയെങ്കിലും ഒരു ഏൽപ്പിച്ചു കുറച്ച് ദിവസം പുറത്തുനിന്ന് ഓർഡർ കൊടുക്കുക, എന്നാലും എനിക്ക് നമ്മൾ പരി ഉണ്ടാക്കുന്ന ചിലവിനൊക്കെ ആവുള്ളൂ. 3 രൂപയ്ക്ക് ചപ്പാത്തിൻ്റെ കാലം. അപ്പോൾ നമ്മൾ സാധനം ബാക്കി ഉണ്ടാക്കിയാൽ 3 രൂപയ്ക്ക് ഏതായാലും ചപ്പാത്തി ആവുന്നില്ല. അപ്പോൾ ആ നിലക്കൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ ഭാര്യമാരൊക്കെ പറയും കുറച്ച് ഈ ഭാഗത്തിൽ നിന്നോ ബാക്കി ഭക്ഷണം കാര്യമൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പ്രാവശ്യം ഇതിലേക്ക് ഏർപ്പാട് ചെയ്യാം എന്ന് പറയാൻ ഓർക്കും ഒരു ആശ്വാസമാണ്. ഈ വിഭാഗത്തിൻ്റെ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ ഏറെ ഒരുപാട് പണിയും തെറ്റ് പോയിക്കാണ്ട് അവസാനം ജമാഅത്ത് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫർദ് പോലും മര്യാദക്ക് സമയത്ത് സ്കെയിൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിക്കൂടാ. മറ്റൊരു ജമാഅത്ത് സ്കാരത്തിൻ്റെ കാര്യം, 30 ദിവസം നോമ്പിട്ടിയാൽ 150 വക്ത് ഫർദുണ്ടാവും. ആ 150 വക്തും ജമാഅത്തായി കിട്ടണം. അതിനൊരു തീരുമാനം നമുക്ക് പെടുത്താൻ പറ്റും. അപ്പം ചില നീക്കുപോക്കൽ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ, നമ്മുടെ ഓഫീസ് ക്രമീകരണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തിയാൽ നമുക്കത് കിട്ടും. നമുക്ക് പോകുന്ന വഴിയിലുള്ള പള്ളിയിലെ ജമാഅത്തിനെ നമുക്ക് നോക്കിക്കും ചെയ്യാം. ചിലപ്പോൾ എല്ലാ വക്തും പെടുത്താനുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ സാധാരണ പോകുന്ന റൂട്ടിലൊക്കെ കയറാൻ പറ്റിയ പള്ളി എവിടെയുള്ളത്, അവിടെ എത്ര മിനിറ്റാണ് ബാങ്ക് കൊടുത്ത് ഇഖാമത്തിനുള്ളത്, ഇതൊക്കെ നോക്കി വെച്ചാൽ ഇൻ കേസ് പോവുക ഇന്ന പള്ളിക്ക് ജമാഅത്തിന് എത്തും, അവിടെ കിട്ടും. അവിടെ ബാങ്ക് കൊടുത്ത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, ഇവിടെ 40 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പം മലപ്പുറത്ത് പൊതുവെ സുഖം വെച്ചാൽ ഏത് സമയത്ത് ജമാഅത്ത് ടൗണാണ് മലപ്പുറം ടൗണ്. ഒരു പള്ളിക്ക് ഒരു സമയത്ത് മറ്റേ പള്ളിക്ക് വേറെ സമയത്തായിരിക്കും, അതിനപ്പുറത്ത് വേറെ സമയത്തായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കുറച്ചുകൂടി സാഹചര്യമുള്ളതാണ് മലപ്പുറം ടൗൺ എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് നിസ്കരിക്കാൻ എത്തിപ്പെടാവുന്ന പള്ളികൾ എവിടെയൊക്കെയാണോ അതൊക്കെ നോക്കി വെച്ച് പരമാവധി ആ 150 വക്തും ജമാഅത്ത് നഷ്ടപ്പെടാതെ തന്നെ നിസ്കരിക്കാൻ നമ്മൾ കണിശത പാലിച്ചാൽ അത് ബാക്കി 11 മാസത്തേക്ക് കൂടി നമുക്കതൊരു ശീലമാക്കി മാറ്റാൻ അത് എളുപ്പമായി മാറും. അവസാനത്തെ 10 പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും, പറയേണ്ട കാര്യമില്ല. എന്നാലും കുടുംബസമേതമൊക്കെ പള്ളിയിൽ വന്ന് കൂടി കുറച്ചൊക്കെ ആ വിഭാഗത്തിൽ മുഴുകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ